ഒരാഴ്ചയായിട്ട് വീട്ടിലെ പണിയും എടുക്കണ്ട, പുറത്തും പോകണ്ട, എവിടെയും പോകണ്ട, കറക്റ്റ് സമയത്തിന് എണീക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, വീണ്ടും എണീക്കുക. വാ, അടിപൊളി സുഖമായിട്ടുള്ളത് മക്കളെ. ഇതാ നോക്കിയേ, കയ്യെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടതിൻ്റെ കഥ പറയുവാണ്. ഞാൻ സ്റ്റോറിയിൽ ഇങ്ങനെ ചിരിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതൊരു പ്രാങ്കാ മറ്റായിരിക്കും, ഇവളിങ്ങനെ വെറുതെ ഇടക്കിടക്ക് ഇടുന്നതാണല്ലോ, അപ്പോൾ പ്രാങ്ക് ആയിരിക്കും തന്നെ വിചാരിച്ചത്. പക്ഷേ എല്ലാം പൊട്ടിയിട്ടിരിക്കുന്നതെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു, അവരെ മരുവാൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 4 ദിവസമായിട്ടുണ്ടാവും. ഞങ്ങൾ അന്നത്തെ ദിവസം ടൗണിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വന്ന് സന്ധ്യ ആയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂപ്പിറ്റർ പുറത്തേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മഴയൊക്കെ അല്ലേ, മഴ കൊള്ളണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് നീക്കിയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴുതി അടിച്ചങ്ങ് വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ വീഴ്ചയിൽ നാണക്കേടല്ലേ. അപ്പോൾ നല്ല അടിപൊളി വീഴ്ച വീണ് 2 ഫ്രാക്ചർ ഉണ്ട്. അപ്പം തന്നെ കൊണ്ടുപോയി പിറ്റേന്ന് സർജറി കഴിഞ്ഞ് സ്റ്റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ 1 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയണ്ടേ, എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു കേട്ടോ ആ വീഴ്ച. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ വയ്ക്കുന്നത് അതെങ്ങനെ ഞാൻ വീണ് എനിക്ക് തന്നെ ഓർമ്മയില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ ഉമ്മ എൻ്റെ കൈ പോയി, കാരണം കൈൻ്റെ ഷേപ്പൊക്കെ മാറി, ഈ ഒരു എന്താ പറയുക, എന്തോ ഈ രോഗമൊക്കെ പിടിച്ച പോലെ ഇങ്ങനെയൊക്കെ വളഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് പോയത് ധനലക്ഷ്മിയിലാണ്. അപ്പോൾ ധനലക്ഷ്മിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അവർ ജസ്റ്റ് എന്താ പറയുക സ്ലിറ്റ് ഇടല, അങ്ങനെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ട് കെട്ടിയിട്ട്, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ അത് വെച്ച് കെട്ടിയിട്ട് അങ്ങ് വിടരുത്. എൻ്റെ കസിനൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു മിംസിൽ പോയിക്കോ, അവിടെ നല്ല ഡോക്ടറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ബ്രദറിന് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ തന്നെ, അവൻ്റെ കാല് പൊട്ടിയ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പിറ്റേന്ന് അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഇവർ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഷേപ്പൊക്കെ മാറിപ്പോയത്. അപ്പോൾ അതൊക്കെ അവർ ഇഞ്ചക്ഷൻ വെച്ചിട്ട് വലിച്ച് ലെവലാക്കി തന്നു. അപ്പോൾ അതെൻ്റെ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കോടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷേപ്പ് വന്നു. പക്ഷേ എന്തായാലും സർജറി ചെയ്യണം, പൊട്ടുണ്ടെന്നോട്ട്. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ എന്താ അതിൻ്റെ എക്സ്പീരിയൻസ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം, ഈ റൈറ്റ് സൈഡ് മാത്രമേ അവർ അനസ്തേഷ്യ തന്നിട്ടുള്ളൂ. ബാക്കി എനിക്ക് ഓർക്കാനുള്ള ഒരു മരുന്ന് തന്നിട്ടുണ്ടായി. പക്ഷെ ഞാനെല്ലാം ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുമ്പോൾ അത് കൂടുതൽ ടെൻഷനാണ്. അപ്പോൾ ഒരു കണക്കിന് നമുക്ക് അറിയുന്നവരാണെങ്കിൽ ഒരു ചെറിയ അനസ്തേഷ്യ നമുക്കും കൂടി എന്ന ഫുൾ ബോഡിയിൽ തരാനാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്കിവർ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ല സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീൽ ഇടുന്ന സമയം അവർ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട് എടാ ആ സ്ക്രൂ ശരിയാവില്ല, അത് മാറ്റി എന്നിട്ട് വേറെ സ്ക്രൂ എടുക്കുക, അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇട്ടതിന് ശേഷം അവർ അത് അഴിച്ചിട്ട് വേറെ സ്ക്രൂ എടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ സംഭവിക്കുന്നത്, എനിക്ക് ആകെ ഒരു ടെൻഷനായി. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ ബാൻഡേജൊക്കെ ഇടുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെ അറിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് വൈബ്രേറ്റ് ആയി, എൻ്റെ ഫുൾ ബോഡി വൈബ്രേറ്റ് ഒക്കെ ആയി. അങ്ങനെ ലാസ്റ്റ് ഒരു ചെറിയ സീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഷുഗർ ലെവൽ ഡൗൺ അല്ല, അവരൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്ട്രെസ്സ് കയറിയപ്പോൾ ആ ഒരു പ്രശ്നം. ഓക്കെ, എന്തായാലും അതങ്ങ് കഴിഞ്ഞ് ഇതിനെക്കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ റെസ്റ്റ് കിട്ടി, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ കൂടുതൽ പണി കിട്ടിയത് നമ്മളെ മാച്ചുക്കുട്ടനാണ്. കാരണം മാച്ചുവിന് ഈ മാസം ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ മാച്ചു പൊതുവേ എക്സാമെല്ലാം ഞാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോകും, സാധനം വാങ്ങിക്കാനോ അങ്ങനെ എൻ്റെ ആവശ്യത്തിനൊക്കെ പോകും. അല്ലെങ്കിൽ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പോകും. പക്ഷെ ആ സമയം ഇവന് മൊബൈലിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്ന സമയം ബുക്കെല്ലാം എടുക്കും, നന്നായിട്ട് ഉഴപ്പുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊന്നും പണിയില്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് എട്ടം വലം തിരിയാൻ വിടുന്നില്ല. അപ്പോൾ എന്തായാലും മാച്ചുവിന് പ്രാന്ത് പിടിക്കുന്നുണ്ട്. മാച്ചു ഇന്നലെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ ഈ കൈ പൊട്ടിയത്, എന്തിനാ എനിക്ക് ഈ പണി തന്നേന്നില്ല. അപ്പോൾ എനിക്കല്ല പണി കിട്ടത്, അവനാ പണി കിട്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് നല്ല രസകരമായ സംഭവമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീണതിന് ശേഷം എല്ലാവരും ഫോൺ ചെയ്യുക എന്നെ ചോദിക്കും എങ്ങനെ വീണ, ഏത് വണ്ടിയിൽ നിന്നാണ് വീണ, ജൂപ്പിറ്റർ നിന്നാണോ അതോ അവഞ്ചർ നിന്നാണോ അല്ല ഡോമിനർ നിന്നാണോ, ഏതിൽ നിന്നാണ് വീണേ. അപ്പോൾ ഞാൻ പറയാം അല്ല വണ്ടിയിൽ നിന്നല്ല, ഞാൻ തന്നെ സ്ലിപ്പായതാണ്. അപ്പോൾ അയ്യോ വണ്ടിയിൽ നിന്നല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തോന്നി ഞാൻ ഒന്ന് വണ്ടിയിൽ നിന്ന് വീഴണമെന്നുള്ളത്. അതൊരു വല്ലാത്ത ആഗ്രഹമായിപ്പോയി. എന്തായാലും എല്ലാവരും ആഗ്രഹം കൊണ്ട് വണ്ടി നല്ല വീണേ, ഇങ്ങനെ എന്താ പറയുക ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ലിപ്പായിട്ട് വീണു. അപ്പോൾ ഇനി ആരും ആഗ്രഹിക്കണ്ട കേട്ടോ, വീണില്ലേ മതിയില്ലേ, ഇത്രയൊക്കെ പോരെ.
മതി, എനിക്ക് കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. പിന്നെ ഓരോ ആൾക്കാർ പറയുന്നത് കുറേ ഓടിയില്ലേ, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുക, അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്. നമ്മളൊക്കെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ജസ്റ്റ് സമാധാനിപ്പിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയിപ്പം അങ്ങനെ കൂടുതലൊന്നും എനിക്ക് കിടക്കേണ്ടി വരില്ല. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് കൈയൊക്കെ നന്നായിട്ട് അനക്കാൻ പറ്റും, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം. പിന്നെ വെയിറ്റ് എടുക്കാൻ ഒരു 1.5 മാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കൂട്ടറൊക്കെ എടുക്കാൻ പിന്നെ എന്താ പറയുക കുറച്ച് ടൈം എടുക്കും. പക്ഷെ കാർ എന്തായാലും 1 മാസത്തിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഇന്നേക്ക് 12ാമത്തെ ദിവസമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 7 ദിവസത്തേരെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വ്ളോഗ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ എൻ്റെ ബാൻഡേജെല്ലാം അയച്ചു നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആ സ്റ്റിച്ചെല്ലാം കാണുമ്പോഴേക്ക് പിന്നെ എനിക്ക് ആകെ എന്തോ പോലെയായി. കാരണം വെച്ചാൽ ഏകദേശം 13 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ ഒരു കമ്പി പോലത്തെ ഒരു സംഭവം സൈഡിലേക്ക് ഇട്ടിട്ടെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം കണ്ടതും പിന്നെ ആകെ മൂഡ് ഓഫ് ആയി. പിന്നെ വ്ളോഗ് ചെയ്യാനൊന്നൊരു പിന്നെ എന്താ പറയുക, നമ്മളൊരു മെൻ്റൽ കണ്ടീഷൻ അത്ര ഒരു ശരി ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ലീവ് ചെയ്തിട്ട് വന്നത്. അവിടെ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ കാര്യം പിന്നെ ഷിറൂന്ന് അറിയില്ല കേട്ടോ. അന്ന് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്ര സ്റ്റിച്ച് ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ എന്താ പറയുക നല്ലൊരു മൂഡിലെല്ലാം നിന്ന് അങ്ങ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് പോയിട്ട് സ്റ്റിച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ 13 സ്റ്റിച്ച് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അവർ കമ്പി നെക്സ്റ്റ് വീക്കേ എടുക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞങ്ങളിപ്പോൾ പിന്നെ എൻ്റെ കസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് കൂട്ടിയിട്ട് പോകണമല്ലോ. കഴിഞ്ഞ ആഴ്ചയും പിന്നെ അവൻ തന്നെ വന്ന്, ഷിബിയനെന്ന് വന്നത്. ഈ ആഴ്ച അവൻ തന്നെ വരുന്നത്. പിന്നെ അനിയനുണ്ട്, ഞാൻ വിചാരിച്ച് ഈ ആഴ്ച അവനെ വിളിക്കാമെന്നാണ്. അപ്പോൾ ഇവൻ പിന്നെ ഫ്രീ ആയതുകൊണ്ട് ഇവൻ പറഞ്ഞ് ഞാൻ തന്നെ വരാം. അപ്പോൾ ഇപ്പോൾ സമയം 9:30 മണിയായി. അതിനൊരു 10 മണിയാകുമ്പോഴേക്ക് പിന്നെ അവൻ വരും. 10:45 ഇന്നത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് മിംസിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു സമയമാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയൊരുള്ള ബ്ലോക്ക്, പിന്നെ അതേപോലെ താഴെ ചുവക്കുള്ള ബ്ലോക്ക്, അതെല്ലാം കഴിഞ്ഞ് മിംസിലെത്തുമ്പോഴേക്ക് ഏകദേശം ടൈം കറക്റ്റ് ആവും. Tell me what's wrong and why you never said you felt that way. But I've known you too long, it hurts to watch your blue eyes. ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും നോക്കട്ടെ. ഹോസ്പിറ്റലിൽ മൊത്തം നല്ല അടിപൊളിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഗാർഡൻ വർക്കും ഉണ്ട്, യൂട്യൂബ് റൈഡിലെല്ലാം ഉണ്ട്. ഓ കണ്ണൂർക്കാരി അതന്നെ വരും. ഓഫായി. ആ കുഴപ്പമില്ല, റെക്കോർഡിംഗ് ആണ്. ഓക്കെ 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 നോക്കൂ ഗൈസ്, ഇതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇത് നെക്സ്റ്റ് വീക്കാ അറിയില്ല, ഡോക്ടർ പറയും. ഇവരിക്കെന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം മുടി വെക്കാണ്. നമ്മള് ഡോക്ടറെ കണ്ട് അതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ എന്നിട്ട് ആദ്യം ബാൻഡേജ് എല്ലാം ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് വന്നിട്ടാണ് അതിൻ്റെ ഒരു വയറിൻ്റെ എടുക്കാൻ ഞാൻ പറയാം. അത് പിന്നെ വേറെ ഒരു വയറുണ്ട്, അതും കൂടി എടുക്കാൻ വേണ്ടി. അതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്, അത് ഷുഗറിനുണ്ട്. ഇപ്പൊ നമ്മൾ കല്യാൺ സിൽക്കിന്റെ അടുത്തുള്ള എമ്മിക്കലാണ്. താഴെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ മുകളിൽ അപ്പോൾ അത്ര വലിയ തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സമാധാനത്തിൽ കഴിക്കാനോ. കളി ഉള്ളിയെല്ലാം ഇട്ടിട്ടുള്ള സാലഡ് സൂപ്പുന്നുണ്ടോന്നെയാ ടേസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. 10 ദിവസം ലെഫ്റ്റ് കൈ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, നല്ല ഈസിയായി കുടിക്കാൻ വേണ്ടി. ആദ്യം വേണ്ടിയിട്ട് അത് വായിച്ചെടുത്താണ്. പിന്നെ വീട്ടിലെത്തിയാലാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം 10 ദിവസം കറക്റ്റ് വരും. 2 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ 10 ദിവസം. ഇപ്പം നല്ല ഈസിയായി ചെയ്യാൻ തുടങ്ങി. ഏകദേശം എല്ലാ കാര്യങ്ങളും എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. അടിപൊളി. അതുകൊണ്ട് കുറച്ച് സ്ട്രെങ്ത് വന്നു തോന്നുന്നു. ഫുഡെല്ലാം ഉണ്ടാക്കൽ നമ്മൾ ഇത്താതാൻ്റെ ഉമ്മാൻ്റെ എല്ലാം പരിപാടി കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഫുഡ് നമ്മൾ ഇത്താത്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പാസ്ത ഉണ്ടാക്കുന്നത്. ഒരു മിന്നാന്ന് രസം ഉണ്ടാക്കുന്ന പാസ്ത അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ പിന്നെ ഇന്നെല്ലാവരും പിള്ളേരെല്ലാം വേറെ പാസ്ത തന്നെ ഉണ്ടാക്കാൻ. ഗൈസ് ഞാനിവിടെ എത്തുമ്പോഴേക്കണല്ല നമ്മൾ അതെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഉപ്പും കുരുമുളകെല്ലാം ഇട്ടിട്ട് വേവിച്ചത്, പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും പിന്നെ സവാളയും അതുപോലെ ക്യാപ്സിക്കല് കുറേ തന്നെ വേണം കേട്ടോ. ഏകദേശം എത്ര 2 ഇട്ടെ 2 ക്യാപ്സിക്കം 2 സവാള അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം തീ ഓൺ ചെയ്തിട്ട് കുറച്ച് നല്ല സ്പീഡിൽ തന്നെ ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഒരുപാട് സമയമൊന്നും വാട്ടിയെടുക്കണ്ട. ഇതിൻ്റെ ഒരു എന്താ പറയുക പച്ചച്ചുവ മാറുന്നവരെ. അതിൻ്റെ കൂടെ ഒരു വലിയ നാരങ്ങൻ്റെ നീര് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുത്ത് ഇതിലുണ്ടല്ല നമുക്ക് പിന്നെ മഷ്റൂമും അതുപോലെ തന്നെ ബ്രൊക്കോളിയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും പിന്നെ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഉള്ള സാധനം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഇപ്പം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചെയ്യിക്കുന്നത് ബാക്കറി താന്ന് പറഞ്ഞിട്ട് പൊടിയാടുന്നത്. ഓക്കെ, ഏതായാലും ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പാസ്ത റെഡിയാവും. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേന്ന് തിന്നണമെന്നല്ല വിചാരിച്ചത്. പക്ഷേ ഇച്ചു രാവിലെ തന്നെ എണീച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കിയ പാട് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചു ബാക്കിലുണ്ട് കേട്ടോ. ക്യാമറ ഇന്ന് പിന്നെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഇച്ചു കുട്ടനാണ്. അപ്പോൾ ഓക്കെ, ഏതായാലും നമുക്ക് ഈ പിന്നെ പാസ്ത റെഡിയാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു 2 അല്ല പാസ്ത നമ്മൾ ഈ മസാല 2 മിനിറ്റ് കൊണ്ടു അല്ലേ? ഓക്കെ, ഇപ്പം തന്നെ ഏകദേശം നല്ലോണം തിളക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഫ്ലെയിം കുറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ ഏറ്റവും നമുക്ക് മാക്സിമം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓക്കെ, ഇപ്പം ഏകദേശം ആയും തോന്നുന്നുണ്ട്. ഇവിടുത്തെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇളക്കണമെന്നെല്ലാം ഉണ്ട്, പക്ഷെ പറ്റില്ല. ഏതായാലും നമ്മൾ ഇത്താ തന്നെ ഇതെല്ലാം ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 2 മിനിറ്റ് ആയപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എന്താണ് 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ആവാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് അങ്ങനെ ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു പച്ചച്ചുവ മാറുന്നില്ല, അങ്ങനെ മതി. അപ്പോൾ ഇനി ഇത് ബാക്കി സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ അടുത്തതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ, അവിടെ ഞാൻ ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ടതിന്. അപ്പോൾ വൈറ്റ് സോസ് ഏകദേശം 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം ഞാൻ വരുമ്പോഴേക്ക് ഇട്ടാതെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു പാത്രം ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി സോട്ട് ചെയ്തെടുക്കാം. സോട്ടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 1 കപ്പ് പശുവും പാലും കൂടി ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കിയത്. ശേഷം പാസ്ത ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് പിന്നെ എന്താ കണക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 പാക്കറ്റാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഫൈനൽ ടച്ചായിട്ടുള്ള ചീസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് തന്നെ ആഡ് ചെയ്യണം, എന്നാലേ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 200 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പാസ്ത റെഡി. അടിപൊളി ടേസ്റ്റ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പാസ്തൻ്റെ ടേസ്റ്റ് കൊണ്ടുണ്ടല്ല കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായോ പണി ഇത്രയും വേണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വയറൊക്കെ ഫുള്ളായിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. വെയിറ്റ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. ഞാൻ ഏതായാലും നോക്കിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വീക്ക് നോക്കാൻ വിചാരിച്ചു. കാരണം ഒരാഴ്ചയും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റായിട്ട് നോക്കാൻ വിചാരിച്ചാൽ ഒന്ന് പിന്നെ കുറക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും കൂടിയിട്ടുണ്ടാവും ഉറപ്പാണ്. ഇപ്പം തന്നെ മാച്ചു പറയുന്നുണ്ട് വയറൊക്കെ കൂടിയിട്ടുണ്ടെന്ന്. ഓക്കെ, എന്തായാലും പിന്നെ എന്താ പറയുക എൻ്റെ സ്റ്റിച്ചെല്ലാം എടുത്ത് കഴിയാൻ വേണ്ടി കാത്തിക്കുന്നത് ഇത്താത്തി ഇങ്ങ് പോകാൻ വേണ്ടി. അവരാകെ ഒരു 2 ആഴ്ചൻ്റെ ലീവിന് വന്നത് എന്നെക്കൊണ്ട് ഇത്രയും പിന്നെ ലാഗായിപ്പോയി.
ഓക്കെ, എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗ് പിന്നെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി തന്നെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.